ലോകരാഷ്ട്രീയം വീണ്ടും കലുഷിതമാവുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം. നമ്മളൊക്കെ പലപ്പോഴും ഈ ട്രംപിൻ്റെ തീരുവ വർധനവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ലോകശക്തികൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യ സത്യത്തിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം ഇന്ത്യ സ്വീകരിക്കുന്ന അത്തരത്തിലുള്ള നിലപാടുകളാണ്. ട്രംപ് പോലും വിചാരിക്കില്ല എങ്ങനെയൊക്കെ ഇന്ത്യ പ്രതികരിക്കുമെന്ന്. ട്രംപ് പറയുന്നത് എന്താണ്? റഷ്യയുടെ എണ്ണ വ്യാപാരം നമ്മൾ നിർത്തലാക്കും, അല്ലെങ്കിൽ നമ്മളത് അനുസരിക്കില്ല എന്നത്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ് മോദി നടത്തിയത്. ഇന്ത്യ അതേ വ്യാപാരം തന്നെ നടപ്പിലാക്കുന്നു. അതേസമയത്തിന് അത് നടപ്പിലാക്കുമെന്ന് ഉറച്ചു പറയുവാനുള്ള കരുത്തുള്ള ഒരു രാജ്യമായി ഇന്ത്യ വളർന്നിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഈ നമ്മുടെ താരിഫ് എന്ന് പറയുന്നത് 50% വർദ്ധിപ്പിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാക്കിയതോടുകൂടി സംഭവിച്ചെന്താ? 15%-ലേക്കും 16%-ലേക്കും ആ വർധനവിനെ കൊണ്ടുവരാൻ ട്രംപിന് ഇറങ്ങി താഴേക്ക് വരേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇന്ത്യ ലോകശക്തികളുടെ ഇടയിൽ മുമ്പനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്രേ ഉള്ളൂ. അപ്പോൾ ട്രംപിൻ്റെ തന്ത്രങ്ങൾ സത്യത്തിൽ പൊളിഞ്ഞു പോയില്ലേ? അല്ല, ഇവിടെ ഇപ്പോൾ ട്രംപ് ഇതിനെല്ലാം ഒരു പരിശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം ട്രംപിന് പ്രത്യേകിച്ച് ഒരു ചൈനയോടോ അല്ലെങ്കിൽ ഇന്ത്യയോടോ അല്ലെങ്കിൽ റഷ്യയോടോ പ്രത്യേക തരത്തിലുള്ള ഒരു മമതയോ അതുപോലെ തന്നെ ഒരു വെറുപ്പോ ഒന്നും നമുക്ക് വായിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ച മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിനനുസരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമേരിക്ക ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഒന്ന്, അവിടുത്തെ മധ്യവർഗ ജീവിതങ്ങളുടെ ആ ഒരു ജീവിത നിലവാരം ഒരുപാട് താഴേക്ക് പോയിരിക്കുകയാണ്. കാരണം മാനുഫാക്ചറിങ് ബേസ്ഡ് ആയിട്ടുള്ള ജോബുകളെല്ലാം പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. സർവീസ് മേഖലയിലുള്ള ജോബുകൾ ഔട്ട്സോഴ്സ്ഡും ആയി. അതോടുകൂടി വളരെ സമ്പന്നരായ ആളുകൾക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകുവാനും അതിന് താഴോട്ടുള്ളവർ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് ഇനി ഈ മാനുഫാക്ചറിങ് ജോബുകളെല്ലാം തിരിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുവരണം, സർവീസ് മേഖലയിലുള്ള ഔട്ട്സോഴ്സിങ്ങിന് ഒരു തടയിടണം എന്നൊക്കെയുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത നയമാണ്. അപ്പം നമ്മൾ ഏതൊരു മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ഈ നടന്നുകൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റാറ്റസ് കോ ഒന്ന് ഷേക്കപ്പ് ചെയ്താലേ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഷേക്കപ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഈ താരിഫ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു താരിഫ് തന്നെ അത് അമേരിക്കയ്ക്കും വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. കാരണം അവിടുത്തെ ഇൻഫ്ലേഷന് അത് കാരണമാകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സപ്ലൈ ചെയിൻസ് എല്ലാം റീകോൺഫിഗർ ചെയ്യാൻ, അതായത് ഇപ്പം മെക്സിക്കോയിൽ നിന്നാണ് ഓട്ടോ പാർട്ടുകൾ വന്നുകൊണ്ടിരുന്നത് ഇന്നലെ വരെ. പക്ഷേ ഇന്നിപ്പോൾ ആ സെയിം സപ്ലൈ ചെയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് പുതിയ മേഖലയിൽ കാറുകൾ വിൽക്കുവാൻ, അതും ആ സെയിം പ്രൈസിൽ വിൽക്കുവാൻ പറ്റില്ല എന്നുള്ളിടത്ത് നമ്മൾ വേറെ സോഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളും ആ ബിസിനസ് മാറ്റങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് അത്ര ഇഷ്ടമുള്ള കാര്യവുമല്ല. കാരണം അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അപ്പം അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട്, അപ്പം അമേരിക്കയുടെ എക്കോണമിയെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് ട്രംപ് ഈ വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായ നീക്കങ്ങളെല്ലാം താങ്കൾ പറഞ്ഞ പോലെ വളരെ ശ്ലാഘനീയമാണ്. ഇന്ത്യ എന്താണ് പറഞ്ഞത്? ട്രംപ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്നതിൽ ആരെയും പേടിക്കേണ്ട കാര്യവുമില്ല, ആരെയും പ്രീണിപ്പിക്കേണ്ട കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പൊ റഷ്യയിൽ നിന്നും നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തണം എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഭാഷ്യം. അതിൽ നമ്മൾ ഉറച്ചു പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ സംഭവം കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ പീയൂഷ് ഗോയൽ എടുത്തൊരു തീരുമാനമാണ്, ഇന്ത്യയുടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയായിട്ടുള്ള അദ്ദേഹം എടുത്ത തീരുമാനം ഈ ബെർലിൻ ഗ്ലോബലിൽ വെച്ച് പറഞ്ഞൊരു വാചകമാണ്. വളരെ ശ്രദ്ധേയമാണ് ആ വാചകം. കാരണം തോക്കു തലയ്ക്ക് വെച്ചൊരു കരാറിനില്ല, മാത്രമല്ല ഇന്ത്യ എന്ന് പറയപ്പെടുന്ന താരിഫ് സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഒരു രാജ്യവുമല്ല. അതെ, എന്ത് കൃത്യമായ നിലപാടാണ് ഇന്ത്യയുടേത്. അത് നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ ശരിയാണ്. പക്ഷേ ഇവിടെ ലോകശക്തി എന്നും ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ വലിയ മനോഭാവത്തോട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് ഉള്ളൊരു മനോഭാവം എപ്പോഴും അമേരിക്കയ്ക്ക് എന്നും ഒരാൾക്കും ഒന്നാം ക്ലാസ്സായിട്ടോ ഒന്നാം സ്ഥാനത്തോ നിൽക്കാൻ കഴിയില്ല. അതിന് മുകളിലേക്ക് കടന്നു വരും. ഇപ്പോൾ നമ്മൾ അഞ്ചാമത്തെ രാജ്യമായിട്ട്, ലോകശക്തികളിൽ 5ാമത്തെ രാജ്യമായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കും. അത് അംഗീകരിക്കുവാൻ ചിലപ്പോൾ അമേരിക്കയ്ക്ക് കഴിയാതെ വരും. ഇപ്പോൾ തന്നെ റഷ്യയുമായിട്ടുള്ളൊരു സൗഹൃദത്തിനാണ് ഇവരത് എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള നമ്മുടെ നയതന്ത്രം വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മൾ. ഇങ്ങനെ ഒരു അമേരിക്കൻ സമീപനം അത്യാവശ്യമാണോ ഏതൊരു രാജ്യത്തിനോടാണെങ്കിൽ? പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ഞാനിത് ചെയ്യും നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്ന് പറയപ്പെടുന്ന സിസ്റ്റം സ്വീകരിക്കുന്നത്
ആർക്കും നല്ലതാണ്. ഇപ്പോൾ ചൈന സ്വീകരിച്ചിരിക്കുന്ന മാർഗ്ഗം അതല്ലേ, ഒരു മൊട്ടുസൂചി പോലും നിങ്ങളുടേത് വേണ്ട എന്ന് പറയാനുള്ള കരുത്ത് ഈ ചൈന മുമ്പോട്ട് വെക്കുന്നു. ഇതിനെയൊക്കെ ഇനി എങ്ങനെ ഓവർകം ചെയ്യും? അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ലോകശക്തിയിൽ നിന്ന് വളരെ താഴേക്ക് പോകില്ലേ? അങ്ങനെ ഒരു പാപ്പരത്വത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? ഇല്ല, ഇപ്പം നമ്മൾ അമേരിക്കയെ വിമർശിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഇന്നും ലോകത്തിലെ വ്യാപാരത്തിന്റെ മുഖ്യഭാഗവും സിംഹഭാഗവും അമേരിക്കയിലേക്കുള്ള ഇമ്പോർട്ടുകളാണ്. അമേരിക്ക അത്രത്തോളം പെർ ക്യാപിറ്റ ഇൻകം ഹൈ ആയ ഒരു കൺട്രി ആയതുകൊണ്ട് അവിടേക്ക് കയറ്റുമതി ചെയ്താണ് ചൈന ഇത്രയും വലിയൊരു പുരോഗതിയിലേക്ക് വന്നത്. ജപ്പാൻ അതിനു മുമ്പ് ഈ രീതിയിൽ മിക്ക രാജ്യങ്ങളും, ഏഷ്യൻ രാജ്യങ്ങളും, അതിപ്പം റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് മെറ്റൽ, അതുപോലെയുള്ള അസംസ്കൃത വസ്തുക്കളായാലും ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയാലും ഇതെല്ലാം അമേരിക്കയിൽ വിറ്റഴിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ ഇന്ത്യ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ IT സർവീസസ് എക്സ്പോർട്ട് കൊണ്ടാണ് ഇന്ത്യയിലെ ഒരുപാട് മിഡിൽ ക്ലാസ് ഫാമിലീസ് ഒരു നല്ല ജീവിതത്തിലേക്ക് നടന്നെടുക്കുവാൻ അവർക്ക് സാധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു പ്രസക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി അത് നമുക്ക് ഒരിക്കലും കുറച്ച് കാണുവാൻ സാധിക്കില്ല. അപ്പം ആ ഒരു ശക്തി തന്നെയാണ് ഇന്ന് ട്രംപ് ഈ ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചിപ്പ്. അതായത് നിങ്ങൾ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പെരുമാറിയേ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത് അത് അത്രത്തോളം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം ഇന്ത്യ പോലും നമുക്കതൊരു പ്രശ്നമല്ല, കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാൽ പോലും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്റേണലി തന്നെ നമുക്ക് കൺസ്യൂം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ കിറ്റെക്സിന്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ്. കിറ്റെക്സ് കമ്പനി ഇപ്പോൾ പുതിയതായിട്ടൊരു സ്ട്രാറ്റജി മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അതായത് നമ്മൾ ഇന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ അത് അമേരിക്കയിലായിക്കോട്ടെ മറ്റു രാജ്യങ്ങളിലൊക്കെ ആയിക്കോട്ടെ അത് ഇന്ത്യയിൽ വിറ്റഴിക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ഇന്ത്യയിൽ ഇന്ന് ആവശ്യത്തിന് പണമുള്ള ജനങ്ങളുണ്ട്, വാങ്ങൽ ശേഷി ഉണ്ട് ഇന്ന് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്. അപ്പം അത്തരത്തിൽ ഇതൊരു റീഡ്രോയിങ് ഓഫ് ദ ട്രേഡ് മാപ്പ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓൾ ഓർ നത്തിങ്ങും അല്ല. അതായത് ഇതിന്റെ അവസാനത്തിൽ അമേരിക്ക തകർന്നടിഞ്ഞു പോകും, ഇന്ത്യയും ചൈനയും ഉയർന്നു പോകും എന്നൊന്നും വിചാരിക്കാൻ സാധിക്കില്ല. ഇതൊരു ന്യൂ നോർമലിലേക്കുള്ള ഒരു പോക്കാണ്. അപ്പം ആ ഒരു പോക്കിന്റെ അറ്റത്തിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. ഇന്ന് നമ്മൾ അമേരിക്കയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിനി ഏഷ്യൻ മാർക്കറ്റിൽ തന്നെ ആയാലും പിന്നെ ആഫ്രിക്ക, ഓസ്ട്രേലിയ അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യും നമ്മുടെ ട്രേഡ് എന്നുള്ളതിൽ ഒരേ കാര്യമാണ്. നമ്മൾ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ചെയ്തു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്തരത്തിൽ വലിയ ഷോക്കുകൾ ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ എക്കോണമിയുടെ ആ ഒരു ത്വരിത വളർച്ചയെ താഴോട്ട് പോകാതെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ബാർഗെയിനിങ് ചിപ്പ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പെർ ക്യാപിറ്റ ഇൻകം വെച്ച് വളരെ ഉയർന്ന നിലയിലാണ് അമേരിക്കയെങ്കിലും ഇന്ത്യക്ക് വലിയൊരു സ്ഥാനമുള്ളത്. ഇന്ന് ലോകത്തിലേക്ക് വെച്ച് തന്നെ ജനസംഖ്യ ഏറ്റവും കൂടുതലും അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ സൈസ് ഏറ്റവും കൂടുതലും എക്കോണമിയുടെ സൈസ് വെച്ച് ഇന്ത്യ ഇന്ന് 5ാമതായിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് 3ാമതാകുവാനുള്ള സാധ്യതയും നമ്മൾ വളരെ കൃത്യമായി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ സ്ട്രെങ്ത് ഉണ്ട്, അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ സ്ട്രെങ്ത് ഉണ്ട്, ചൈനയും അതുപോലെ തന്നെ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ശക്തികൾ ഉള്ള രാജ്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 10-20 വർഷത്തോളമായി അവർ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് നേടിയെടുത്ത സമ്പത്തെല്ലാം അവർ അമേരിക്കൻ ഡോളറായിട്ട് തന്നെയുണ്ട്, മറ്റ് അമേരിക്കൻ ട്രഷറി ബോണ്ടുകളായിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ അവർ സമ്പത്ത് കുമിഞ്ഞ് കൂട്ടി വച്ചിരിക്കുകയാണ്. അവർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയിൽ പോലും ഡീപ് സീക്ക് പോലുള്ള വളരെ നല്ല ലാർജ് ലേണിംഗ് മോഡൽസ് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ടെക്നോളജി മേഖലയിലുള്ള അവരുടെ ശക്തിയൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ തീർച്ചയായും പണ്ടത്തെ അമേരിക്കയും റഷ്യയും എന്നതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയും ചൈനയും കൂടെ അതിലേക്ക് ചേർന്നിരിക്കുകയാണ്. പിന്നെ ബ്രിക്സ് നേഷൻസ് എന്നുള്ള രീതിയിലുണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ഒരു റീഡ്രോയിങ് ഓഫ് ദ വേൾഡ് ഓർഡർ ആണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ട്രംപിന്റെ ഒരു റോൾ അവിടെ ഏറ്റവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹമാണ് ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചില മേഖലകളിലൊക്കെ അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ഉണ്ടായെന്നിരിക്കാം, എന്നിരുന്നാൽ പോലും ഈ ഒരു പഴയ രീതിയിൽ കാര്യങ്ങൾ പോയാൽ പോരാ.
കാരണം അമേരിക്കയുടെ ചെലവിൽ മറ്റു രാജ്യങ്ങൾ പണമുണ്ടാക്കുകയും അമേരിക്കയിലുള്ള സാധാരണക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിൽ, പിന്നെ അമേരിക്കയുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് തന്നെ വളരെ കൂടുതലാണ്. ഇപ്പൊ കേരളത്തിന്റെ കഥ പറഞ്ഞ പോലെ അവരുടെയും കെണിയിലാണ് അവരും ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരേണ്ട ആവശ്യവും ട്രംപിന്റെ മേലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായ ഉൽപാദനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അല്ല, ഇവിടെ ഈ ട്രംപിന്റെ തീരുമാനങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, കാരണം ട്രംപ് എടുത്തിരിക്കുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല ട്രംപിനെ കുറിച്ച്. പക്ഷേ നല്ല ബിസിനസ്സുകാരനായിരിക്കാം. പക്ഷെ അതൊന്നും പോരാ അവർ രാജ്യത്തെ നയിക്കാനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ റഷ്യയുമായിട്ടുള്ള ബന്ധം, ഇന്ത്യയുടെ റഷ്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാലാകാലങ്ങളായി നടപ്പിലായിട്ട് വരുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധത്തിന് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് എന്തുകൊണ്ടാണ് അമേരിക്ക ഭയക്കുന്നത്? ഇപ്പോൾ ചൈന സ്വന്തമായിട്ട് പറയുകയാണ് ഞങ്ങളതിന് ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ശരിയായിരിക്കാം, എല്ലാവരും കയറ്റുമതി ചെയ്യപ്പെട്ട രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ചൈനയും റഷ്യയും ഒക്കെ സ്വതന്ത്രമാകുന്ന തരത്തിലേക്ക്, വ്യാപാര സംവിധാനങ്ങൾ പോലും ഓപ്ഷനുകൾ കണ്ടെത്തുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടു. ഇന്ത്യയും ആ തരത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇന്ത്യക്കും അത് തന്നെയാണ് രീതി. കാരണം അമേരിക്ക മാത്രമാണ് ഏക ആശ്രയം എന്നുള്ളതല്ല ഇപ്പോൾ. അപ്പോൾ ഭാവിയിൽ വരുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഇത്തരത്തിലേക്ക് എത്തപ്പെടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഒരു കേന്ദ്രീകൃതമാകുന്ന തരത്തിലേക്ക് എല്ലാവർക്കും അമേരിക്കയെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വേൾഡ് എക്കോണമി തന്നെയായിരിക്കും നാളെയും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അവിടെ നടപ്പിലാകാൻ പോകുന്നത് പണ്ടുണ്ടായിരുന്ന റൂൾസ് അല്ല, അതിലൊരു തിരുത്തൽ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ റഷ്യയോട് എന്തുകൊണ്ട് അമേരിക്ക ഒരു കർക്കശ നിലപാട് എടുക്കുന്നു എന്ന് പറയുന്നത്, റഷ്യ യുക്രൈൻ വാർ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിനിന്നിപ്പോ തടസ്സം നിൽക്കുന്നത് റഷ്യ എണ്ണ കയറ്റുമതി നടത്തുന്നതിലൂടെ നേടിയെടുക്കുന്ന പണം അവർ യുദ്ധത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. അങ്ങനെ യുക്രൈനിലുള്ള സാധാരണക്കാരുടെ ജീവൻ അതിന് ബലി നൽകേണ്ടി വരുന്നു എന്നുള്ള ഒരു വാദമുഖമാണ് ഇവിടെ. അല്ലാതെ അമേരിക്കയും റഷ്യയും ഒരിക്കലും സാമ്പത്തികപരമായോ മറ്റ് യാതൊരു രീതിയിലും ഉള്ള ഒരു കോമ്പറ്റീഷനിലല്ല. പക്ഷേ ഇന്ന് ലോകത്തെ പിന്നോട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നതിൽ റഷ്യ യുക്രൈൻ വാറിനൊരു വലിയ റോളുണ്ട്. ആ റോൾ ഇന്ന് നമ്മൾ കുറച്ചു കൊണ്ടുവരികണമെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണം. അതിന് സാധിക്കണമെങ്കിൽ റഷ്യയോട് പല രീതിയിൽ പറഞ്ഞു നോക്കി, അവർ വഴങ്ങുന്നില്ല. ഇനി അവരെ സാമ്പത്തികമായി ഞെരിക്കുകയും അതിലൂടെ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇനിയിപ്പോൾ വിന്റർ വരുന്ന സമയത്ത് യുക്രൈനിലായാലും റഷ്യയിലായാലും അവർക്ക് ഒരുപാട് എനർജി ഇൻസെക്യൂരിറ്റി ഉണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവരിന്ന് ഡ്രോണുകൾ മൂലം ആക്രമിക്കുന്നത് ജനങ്ങളെ അല്ല, എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് എക്സ്പോർട്ട് ചെയ്യുവാൻ ഓയിലും മറ്റ് കാര്യങ്ങളും നാച്ചുറൽ ഗ്യാസ് ആയാലും അതുപോലുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതെ തന്നെ ഇരിക്കുവാനുള്ള ഒരു സാധ്യത മുന്നിൽ വരുമ്പോൾ അവർക്ക് അവരുടെ വീടുകൾ ചൂടാക്കുന്നതിന് വേണ്ടിയും അവരുടെ വാഹനങ്ങൾ ചലിപ്പിക്കുന്നതിന് വേണ്ടിയും വേണ്ട എനർജി പോലും ഇല്ല എന്നുള്ള സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ പിന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കും യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാനുള്ള സാധ്യത കൂടുകയാണ്. കാരണം ഒരു കാം മൈൻഡോടുകൂടി അവരിത് കാണുവാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ റഷ്യക്കെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളും ഇന്ന് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ പറയുന്നത് അങ്ങനെയല്ല. അവിടെ നിന്ന് നമ്മൾ ഇന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് പ്രാധാന്യമുള്ളതാണെന്ന് മാത്രമല്ല, ലോക മാർക്കറ്റിൽ ഇന്ന് എണ്ണയുടെ വില പിടിച്ചു നിർത്തുന്നതിൽ ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഇപ്പൊ ഇന്ത്യ നാളെ റഷ്യ എണ്ണ ഇനി ഉപയോഗിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ആ ഒരു സപ്ലൈ കുറയുകയാണ്. ഡിമാൻഡ് കുറയുന്നില്ല എന്നുള്ളത് സപ്ലൈ കുറയുകയാണെങ്കിൽ പ്രൈസ് കൂടും എന്നുള്ളതാണ് സത്യം. അത് എക്കണോമിക്കലി വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു ശരി ഉത്തരമോ അല്ലെങ്കിൽ ഒരു തെറ്റായ ഉത്തരമോ ഇല്ല. ഇത് ഒരു കെയോസ് ബിഫോർ എ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കെയോസിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലർക്കും പല പഴയ റൂളുകൾ മാറ്റി എഴുതേണ്ടി വരും. അത് അമേരിക്കയ്ക്കായാലും ഇന്ത്യക്കായാലും ചൈനയ്ക്കായാലും എല്ലാം അത് തന്നെയാണ് സംഭവിക്കുവാൻ പോകുന്നത്. അപ്പം അത് നമുക്കിന്ന് വേൾഡ് മാർക്കറ്റിൽ നിന്നും തന്നെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇപ്പൊ ഇതെല്ലാം തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റുകൾ അതിന്റെ ഒരു സൂചനകൾ നൽകിയേനെ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ഏറ്റവും ഹയസ്റ്റ് എവർ ഓൾ ടൈം ഹൈ എന്നുള്ള നിലവാരത്തിലാണ് ഇന്ന് നാസ്ഡാക്ക് ആയാലും ഡോ ജോൺസ് ആയാലും സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ ഇൻഡെക്സ് ആയാലും എല്ലാം
ഓൾ ടൈം ഹൈയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കിയാലും അതുപോലെ തന്നെയാണ്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് വളരെ കൃത്യമായിട്ട് അതറിയാം. ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ആത്യന്തികമായി ഇത് നല്ലൊരു നാളെയിലേക്കുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ്. അപ്പം ആ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ടർബുലൻസ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അത് അമേരിക്കയിലും ഉണ്ട്. പിന്നെ ട്രംപ് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു ബിസിനസ് ലീഡർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ്. ഒരു ബിസിനസ് ലീഡർ എപ്പോഴും നോക്കുന്നത് എന്താണ്, നമുക്ക് എന്ത് കിട്ടും, എന്ത് രീതിയിൽ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് വേണ്ടത് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി വളരെ ഡിപ്ലോമസി മാറ്റിവെച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ, ആ ഒരു കൺഫ്രണ്ടേഷനിൽ തന്നെ ഒരു ഓപ്പണിംഗ് ഓഫർ എന്ന് പറയും നമ്മൾ. അതായത് 50% താരിഫ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം 20 ആയാൽ 20 കിട്ടിയില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ 50 അല്ലേ പറഞ്ഞേ, ഇപ്പൊ 20 ആയല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു നെഗോഷിയേഷനിലൂടെ വേൾഡ് ഓർഡർ റീഡ്രോ ചെയ്യുവാനുള്ള ഒരു വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നത്. അപ്പൊ അതിൽ അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്ന് ഇപ്പൊ അവലോകനം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കുന്നത്. ഇന്ത്യയും വളരെ നല്ല ഒരു സ്റ്റാൻസ് എടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും കൂട്ടുന്ന രീതിയിലാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം, വളരെ ശ്ലാഘനീയമായ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇതിനെ കാണുവാൻ താല്പര്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.